പേരെ കേട്ടാ വെടിക്കും തോട്ട കണ്ണാലെ കാട്ടാതെ എനക്ക് ടാറ്റ. ട്രാൻസ്ഫോമറിന്റെ മുമ്പിൽ ഒരു ഡേഞ്ചർ ബോർഡ് കണ്ടിട്ടില്ലേ? അതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരുത്തനെ അവിടെ ഉള്ളത്. ആരാണയാൾ? ഞാനാണയാൾ. ബൈ. നിനക്ക് പ്രാന്താളെ വേടാ പന്നി. ഏത് ട്രാക്കിൽ ഏത് ട്രെയിൻ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ സാറേ. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയറിയില്ലാന്ന്. നല്ല ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. മേഡം കുട്ടികളൊന്നും വന്നില്ല സാർ. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ കല്യാണം നോക്കുന്നേ ഉള്ളൂ. ഈ പ്രായത്തിലൊക്കെ ഇനി പെണ്ണിട്ടൊന്നും തോന്നുന്നുണ്ടോ സാർ? എന്തിന്റെ കട വയസ്സാകാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം? ഇനി ഇങ്ങനെ ലേറ്റ് ആവുകയാണെങ്കിലേ ടെൻഷൻ അവിടെ ഒരു കാര്യമില്ല. തുളസി വരുന്നവരെ ട്രെയിൻ ഇവിടെ തന്നെ കാണും. നിങ്ങളുടെ മകനെ കൊന്നത് കഞ്ചാവല്ല സർ, അവനെ കൊന്നത് നിങ്ങൾ തന്നെയാ. The next day. സമാധാനമായി. ഇപ്പൊ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് നിങ്ങൾ പറ. நீ கேட்ட ஒவ்வொரு கேள்வி என்ன செருப்பால அடிச்ச மாதிரி இருக்குடா. மாதிரி இல்ல, உண்மையிலே செருப்பால தான் அடிச்சது. അവനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ പുറത്തുള്ള ഒരു ഗ്യാങ്ങുമായി സംസാരിച്ച് ചേച്ചിയെ രക്ഷിക്കാൻ നോക്കിയത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലും ശരി, ഭഗവതിയാണ് സത്യം. അവരതിന് 5 ലക്ഷം ചോദിച്ചത്. വേറെ വഴിയില്ലാതെ കഞ്ചാവ് വിറ്റിട്ട ഈ 3 ലക്ഷം രൂപ ഒപ്പിച്ചത്. എവർക്ക് ഭ്രാന്തളാ. നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. இதுவும் உங்களுக்கு ஒரே பிராண்ட். அதுல உங்களுக்கு கொஞ்சம் கன்ஃபியூஸ் ஆயிருச்சு. വ്യക്തമായില്ലേ? മതി, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പവർ ഇദ്ദേഹത്തിനില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.